സ്നേഹം നിറഞ്ഞ റബ്ബർ കർഷകരെ, ബഹുജനങ്ങളെ, എൻ്റെ ഏറെ നാളുകളായി എൻ്റെ പുതിയ വീഡിയോ ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും ഒരെണ്ണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതും റബ്ബറിനെ പറ്റിയും നീഡിൽ ടാപ്പിങ്ങിനെ പറ്റിയാണ്. നിങ്ങളൊരു പക്ഷേ കണ്ടു കാണാം. അല്ല, പിന്നെ ഞാൻ അങ്ങനെ ഇറക്കിയിരുന്നു ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പേ. അന്ന് റബ്ബറിൻ്റെ പിന്നെ മാർക്കറ്റ് വില 150 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീഡിൽ ടാപ്പിങ്ങിലൂടെ റബ്ബർ വില 500 രൂപ ആക്കാമെന്ന് കിലോ. അതെങ്ങനെ ആക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പിന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് റബ്ബർ വില 1000 രൂപ ആക്കാം. റബ്ബർ വില 1000 രൂപ ആക്കാം. ഒപ്പം റബ്ബറിൻ്റെ ആയുസ് 100 വർഷവും ആക്കാം നീഡിൽ ടാപ്പിങ്ങിലൂടെ. അത് നിസ്സാര കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഇതിൻ്റെ ഈ പ്രാധാന്യം ഞാനിങ്ങനെ വലുപ്പപ്പെടുത്തി പറയുമ്പോൾ 1000 രൂപ 1 കിലോ റബ്ബറിനെന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അതെങ്ങനെയാക്കും? ഇയാൾ ചുമ്മാ മനുഷ്യനെ ഫൂളാക്കാൻ വേണ്ടി ഓരോന്ന് തട്ടിവിടുകയാണ് എന്നുള്ളൊരു ചിന്താഗതി പലരിലും ഉണ്ടാക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണണം. ഞാൻ എങ്ങനെ എൻ്റെ നീഡിൽ ടാപ്പിങ്ങിലൂടെ 1 കിലോ റബ്ബറിനെ 1000 രൂപ വെച്ച് ലഭിക്കത്തക്ക രീതി ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വളരെ വിശദമായിട്ട് കണക്ക് സഹിതം അവതരിപ്പിക്കുന്നുണ്ട്. അത് കണ്ട ശേഷം നിങ്ങൾ വിലയിരുത്തുക. ഈ പറയുന്നതിൽ ഇത് വെറും തട്ടിപ്പാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വെച്ച് സംസാരിക്കുന്നതിന് മുമ്പേ ഒന്ന് കണ്ട ശേഷം അത് അങ്ങനെ പറയാം. പക്ഷെ കണ്ട ശേഷം അങ്ങനെ പറയുന്നതിൽ എനിക്ക് പിന്നെ അത്ര വൈഷമ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട ശേഷമാണല്ലോ പറയുന്നത്. ഇത് കാണാതെ എൻ്റെ വാക്കുകൾ ഉടനെ അങ്ങ് വെറും തട്ടിപ്പാണെന്നുള്ള രീതിയിൽ വിലയിരുത്തരുത് എന്ന് ഞാൻ ഒരു അപേക്ഷയുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് റബ്ബറിൻ്റെ വില 1000 രൂപ ആക്കാം. ഒപ്പം റബ്ബറിൻ്റെ ആയുസ് 100 വർഷമാക്കാം നീഡിൽ ടാപ്പിങ്ങിലൂടെ. അത് ഞാനിവിടെ കാണിക്കാം. ഇതിനോടകം നടത്തിയ പിന്നെ വീഡിയോകളിലൂടെയൊക്കെ പലർക്കും നിങ്ങൾ ശരിക്കും ടാപ്പ് ചെയ്ത് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു. ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഇന്ന് ഞാൻ ഒരു 2-3 മരം ടാപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഈ മരത്തിനൊരു കാര്യം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വെറും നിങ്ങളെ പിന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് 1.5 ലിറ്ററിൻ്റെ ഒരു ചിരട്ടയാണ്. കഴിഞ്ഞ വീട്ടിന് കിട്ടിയ പാലാണ്. 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റാണ്. എങ്ങനെ പറഞ്ഞാൽ ഇതിന് 4 പട്ടയുണ്ട്. 4 പട്ട എന്ന് പറഞ്ഞാൽ കറോപ്പച്ചിന് 4 മുലകൾ ഉള്ളതെന്ന് പറഞ്ഞതുപോലെ 4 പട്ട. ഒരു മലത്തുപട്ട, അതിൻ്റെ കമത്തുപട്ട, ഇത് ഒരു മലത്തുപട്ട, അതിൻ്റെ കമത്തുപട്ട. അപ്പം 4 പട്ടയുണ്ട്. ഈ 4 പട്ട വെട്ടുമ്പോഴാണ് ഇത് ഈ പാല് കിട്ടുന്നത്, ഇത്രയും പാല് കിട്ടുന്നത്. അപ്പം ഇത് 4ാം പൊക്കമാണ്. 4 ദിവസം കൂടുമ്പോഴാണ് ടാപ്പിങ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഓരോ വട്ട വെച്ചാൽ ഒരു ദിവസം തന്നെ ഓരോ വട്ട വെട്ടിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു വശത്ത് 2 വട്ട, ഒരു കമത്തും മലത്തും വെട്ടി അടുത്ത വീട്ടിനെ കമത്തും മലത്തി അങ്ങനെയും വെട്ടാം. ചുരുക്കത്തിൽ 4ാം പക്കം ഒരു പട്ടയിൽ ടാപ്പിങ് വരണമെന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ വിടുന്നു. ഇതൊക്കെ ഞാൻ ഒരിക്കൽ മുമ്പേ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴേ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഓർക്ക് ഇതെങ്ങനെ ഈ 1.5 ലിറ്റർ ഒരു ഷീറ്റ് ഒരു മരത്തിൽ നിന്ന് ലഭിക്കും? ഇത് കണ്ടാൽ വലിയ വലിപ്പമുള്ള ഒരു എൻ്റെ EB3യുടെ മരമാണ്. വലിയ വലിപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഇത് ഇത്രയും പാല് കിട്ടുന്നതെന്ന് നിങ്ങൾ സംശയിക്കുക. അതൊക്കെ വെറും അസാധ്യമാണ്, നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ മനസ്സിൻ്റെ പ്രതികരണം. ഞാനിപ്പോൾ അതൊന്ന് തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു പട്ടയിലെ ഇപ്പം മലത്തുപട്ട, കമത്തുപട്ട. മലത്തുപട്ടയ്ക്ക് ഒരു 400 മില്ലി ഒക്കെ സാധാരണ. നിങ്ങൾ തന്നെ ടാപ്പ് ചെയ്യുന്ന മരങ്ങൾക്ക് ഒരു 4 മില്ലി കിട്ടുന്ന മരങ്ങൾക്ക് സാധാരണമാണ്. കമത്തിന് എപ്പോഴും ഒരു 50% വർധനവ് കൂടുതൽ കാണും സാധാരണഗതിയിൽ. ഇവിടെ പറയുന്ന കൃത്യമായ ഒരു കണക്കല്ല. ഓരോ മരത്തിനും കുറേയെല്ലാം മാറ്റങ്ങൾ വരും. ഈ പറയുന്നതിൽ കൂടുതൽ കിട്ടാം, കുറവ് കിട്ടാം. എങ്കിലും ഒരു ഏകദേശ കണക്കാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
അപ്പം രാവിലെ താഴത്തെ മലത്ത് വട്ടയ്ക്ക് 400 മില്ലിയെങ്കിൽ മുകളിലത്തെ കമത്ത് വട്ടയ്ക്ക് 600 മില്ലി. അപ്പോൾ ഒരു സൈഡിൽ തന്നെ 1 ലിറ്റർ പാലായി. ഇതുപോലെ തന്നെ മറുവശത്തും ഒരു കമത്തും മലത്തും ഉണ്ട്, അവിടെയും 400 600, അപ്പം അവിടെ 1 ലിറ്റർ. അപ്പം 2 ലിറ്റർ പാല് ഈ മരത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇതൊരു അതിശയമൊന്നുമല്ല. പിന്നെ 600 മില്ലി ഒരു കമത്തിൽ നിന്ന് ലഭിക്കുന്ന അതിശയമല്ല, 400 മില്ലി ഒരു മലത്തുവട്ടയിൽ നിന്ന് കിട്ടുന്ന അതിശയമല്ല. അപ്പോൾ 4 പട്ടയും കൂടെ ആകുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് 2 ലിറ്റർ പാല് ലഭിക്കുന്നു. ഇവിടെ ഞാൻ ആ 2 ലിറ്ററൊന്നും കാണിക്കുന്നില്ല, 1.5 ലിറ്റർ. അപ്പം നീഡി ടാപ്പിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വല്ലതും പിന്നെ ഈ 4 പട്ട വെട്ടി ഈ മരം ഇങ്ങനെ ആഹപ്പാടെ നമുക്കറിയാലോ. ഒരു സ്ലോട്ടർ വെട്ടുമ്പോൾ പോലും നിങ്ങൾ സ്ലോട്ടർ വെട്ടുന്ന വെട്ടി കാണണം, അല്ലെങ്കിൽ വെട്ടിച്ച് ഇട്ടുണ്ടാവുക. ആദ്യത്തെ വർഷം ഒരു കമത്തും മലത്തുമാണ് വെട്ടുന്നത്. ഇവിടെ ഞാൻ ഈ തൈമരത്തെ പോലും 4 പട്ട വെട്ടുന്നു. ഇതെന്ത് അബദ്ധമാണ്, പോളിഷ്നെസ്സാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഞാൻ ഒരു പട്ടയും വെട്ടുന്നില്ല. 4 പട്ട വെട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു പട്ടയും വെട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാനിതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. ഇതുകൊണ്ടോ പാല് പൊടിക്കുന്ന തരത്തിൽ ചാനൽ ചെയ്യണമെന്നാണ് എൻ്റെ കണക്ക്. എന്തോ ഇതാണ് എൻ്റെ കണക്ക്. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതൊരു ടാപ്പിങ്ങാണ്, ഒരു പട്ടയാണോ? നമ്മൾ സാധാരണ പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു മാർക്കിംഗ് ആണിത്. ഇവിടെ ചാനലിംഗ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ മാർക്കിംഗ് ആണ്, അതൊരു ടാപ്പിംഗ് അല്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യാൻ ചോദിച്ചത്? ഇതുകൊണ്ടല്ലോ എത്ര അമർത്തി കുത്തിയാലും അങ്ങോട്ട് കയറിയ ചിരട്ടയുടെ പുറത്തെ ഒരു കത്തിയോട് പിന്നെ കുത്തിയാൽ എങ്ങനെ ചിരട്ടയ്ക്കകത്തോട്ട് പിന്നെ കത്തി തുളഞ്ഞു കയറുമോ എന്ന് പറഞ്ഞവരാണ്. ഈ പുറംപട്ട ഒരു ചിരട്ട പോലെയാണ്, അതൊരു സംരക്ഷണ കവചമാണ്. അതിലേക്ക് നമുക്ക് ഈ കുത്തി പിന്നെ ഉള്ളിലേക്ക് കത്തിയുടെ മോനെ കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ കുത്താൻ വഴിയൊരുക്കാൻ വേണ്ടി ഒരു ചാനൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ഈ പട്ടയും മറുവശത്ത് 4 പട്ടയും. അപ്പം 4 പട്ടയെന്ന് പറയുന്നത് 4 ചാനലാണ്. ആ ചാനലിൻ്റെ ഉള്ളിൽ കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ടാപ്പിങ്ങിന് അടുത്ത ദിവസം വരുമ്പോൾ ടാപ്പ് ചെയ്യുമ്പം വീണ്ടും ഒരെണ്ണം ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ചാനൽ ചെയ്ത് കൊടുക്കുക. ഇതാണ്. പിന്നെ അടുത്തതിനും വീണ്ടും അങ്ങനെ, അതുപോലെ തന്നെ മേളോട്ടും അതുപോലെ തന്നെ. അപ്പം തുടർച്ചയായിട്ട് മേലോട്ട് അങ്ങ് ചാനൽ ചെയ്ത് പോകും, താഴെ നിന്ന് എന്നിട്ട് കുത്തുക. അതാണ് എൻ്റെ വശം. അപ്പം ഞാൻ ഇത് ഇവിടെ ഒന്ന് ഞാൻ കുത്തുകയാണ്, 1 2 കുത്തുകയാണ്. ഉണ്ടോ? ഒന്ന് കാണിക്കും. 2 കുത്തിയതേ ഉള്ളൂ, പാലങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ചുരുക്കം ഇതേ ഉള്ളൂ. ഈ കുത്തിപ്പാലെടുക്കുക. നിങ്ങളൊക്കെ സാധാരണ ചെത്തിപ്പാലെടുക്കുന്നു, ഇത് കുത്തിപ്പാലെടുക്കുന്നു. ഇതിന് നീഡി ടാപ്പിങ്ങിന് പോലെ ഇതിന് മറ്റൊരു പേരോടുണ്ട്, കുത്തു ടാപ്പിങ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ടാപ്പിംഗ് എന്ന് പറയുന്നത് ചെത്ത് ടാപ്പിംഗ് ആണ്. ഇത് കുത്തു ടാപ്പിങ്, നീഡി ടാപ്പിങ്. അപ്പോൾ ഇതിനെ കുത്തി ടാപ്പ് ചെയ്താൽ നമ്മുടെ അതൊക്കെ ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഞരമ്പേ കുത്തി രക്തം എടുക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഞരമ്പേ കുത്തി രക്തം എടുത്താൽ നമുക്ക് ഒരു ദോഷവും വരികയില്ല, ഒരു കായോ ഒരു പാടും പോലും വരികയില്ല. നേരെ മറിച്ച് ഞരമ്പ് ചെത്തി രക്തം എടുത്താലോ ചിലപ്പം ചില സാഹചര്യത്തിൽ രക്തദാതാവ് മരണപ്പെടാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഞരമ്പ് മുറിച്ചാണല്ലോ. അപ്പോൾ ഈ ചെത്തും കുത്തും തമ്മിലുള്ള എത്ര വ്യത്യാസമാണ്. അതാണ് ഇവിടെ ഞാൻ അനുവർത്തിച്ചിരിക്കുന്ന മാർക്ക്. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 1.5 ലിറ്റർ എന്ന് പറയുന്ന ഒരു ഷീറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു അസാധ്യമായ കാര്യമല്ല. ഇത് അടുത്ത ടാപ്പിങ്ങിന് ഏതാണ്ട് ഇത് കിട്ടും, അതിൻ്റെ അടുത്ത ടാപ്പിങ്ങിന് കിട്ടും. അതായത് അതിൻ്റെ രീതി ഇതാണ്. പിന്നെ നിർത്തിപ്പോൺ തേച്ച് ആദ്യ ടാപ്പിങ്ങിന് ഏറ്റാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അതിൻ്റെ അടുത്ത് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ അതിനേക്കാൾ അല്പം കൂടെ പാല് കുറവായിരിക്കും. വീണ്ടും അടുത്ത ടാപ്പിങ്ങിന് 3-ാം ടാപ്പിങ്ങിന്
അതിനേക്കാൾ അല്പം കൂടെ പാല് കുറവായിരിക്കും. 4ാം ടാപ്പിങ്ങിന് വീണ്ടും അല്പം കൂടെ പാല് കുറയും. അപ്പം 4 14 ഏതാണ്ട് 20 ദിവസത്തിനകം പിന്നെ വീണ്ടും എത്തിപ്പോൾ ഉത്തേജനം പ്രയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ അളവെന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പം വേനൽക്കാലത്തൊന്നും ഇത് കിട്ടുകയില്ല. നമുക്കറിയാം സീസൺ അനുസരിച്ചാണ് മരത്തിൻ്റെ പാല് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് ശരാശരി ഒരു 1.5 ലിറ്റർ ഒക്കെ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 2 ലിറ്റർ കിട്ടുന്ന മരത്തിൽ നിന്നാണെങ്കിൽ 1.5 ലിറ്ററോളം ഏതാണ്ട് കിട്ടിക്കൊണ്ടിരിക്കും ശരാശരി. അങ്ങനെ നമ്മുടെ ഉൽപ്പാദനം വളരെയേറെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ 1000 രൂപ ആക്കുന്ന 1 കിലോ റബ്ബർ ഇന്നത്തെ നിലയിൽ ഞാൻ കിലോ വില ഇപ്പം മാർക്കറ്റ് വില പിന്നെ പറയുന്ന അറിയാതെ ഏതാണ്ട് 230 രൂപയൊക്കെ അടുത്ത് വിലയുണ്ട്. അതായത് ഏതാണ്ട് 250 രൂപ വരെ വന്നെങ്കിലും 230 നിൽക്കുന്നു. ഞാൻ അതും കണക്കാക്കുന്നില്ല, 200 രൂപയെ വെച്ചേ കണക്കാക്കുന്നുള്ളൂ. 200 രൂപയെ വെച്ച് മാർക്കറ്റ് വില കണക്കാക്കിയിട്ട് ഞാൻ ആ കണക്ക് പറയാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് അടുത്ത മരത്തിൽ നിന്നും ഈ മരത്തിൽ നിന്ന് ഈ 3 മരത്തിൽ നിന്നും ഓരോ ഷീറ്റ് വെച്ച് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പിന്നെ 100 മരം ഉണ്ടെങ്കിൽ 50 ഷീറ്റ് അല്ല 100 ഷീറ്റ് കിട്ടേണ്ടതാണ്. അങ്ങനെ ഞാൻ കാണുന്നില്ല. ഏതാണ്ട് 50 ഷീറ്റിൽ കൂടുതൽ ലഭിക്കും. അത് 50 ഷീറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരു ഷീറ്റിൻ്റെ പിന്നെ തൂക്കം എന്ന് പറയുന്നത് 600 ഗ്രാമാണ്. അതായത് ഇത് 4ാം പൊക്കം വെട്ടിക്കഴിയുമ്പോൾ ഏതാണ്ട് 40 DRC വരെ പിന്നെ ഇതിൻ്റെ DRC പിന്നെ റബ്ബർ കണ്ടൻറ്റ് ഉയരും. അങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ഏതാണ്ട് 40 DRC എന്ന് പറയുന്ന ഒരു 1.5 ലിറ്റർ എന്ന് പറയുന്നത് 15 4 600 ഗ്രാം ഒരു ഷീറ്റിൻ്റെ തൂക്കം. ഒരു സ്റ്റാൻഡേർഡ് ഷീറ്റിൻ്റെ റബ്ബറിൻ്റെയൊക്കെ കണക്കനുസരിച്ച് 500 ഗ്രാമാണ്. ഇത് 600 ഗ്രാം നമുക്കൊരു ഷീറ്റ് കണക്കാക്കാം. ഇത് ഞാൻ കുത്തുക മാത്രം ചെയ്യുകയാണ്. ഒരു പട്ട കുത്തുക മാത്രം ചെയ്താൽ ആ വിധത്തിൽ പാല് ചാടും. അതുപോലെ തന്നെ കവത്തിൻ്റെ കാര്യത്തിലും കുത്തുക മാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാനൽ ബെൽറ്റ് അത്യാവശ്യമാണ്. നമ്മൾ കുത്തിയ ശേഷം പോവുക. ഇത് എത്തിപ്പം തേച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരെ പട്ടയോടെ ഒഴിയാൽ പോലും ഇതുകൊണ്ട് ഇടയ്ക്കൊരു ചെറിയ കരട് വന്ന് തങ്ങിയാൽ പോലും തിരിയും. നമുക്ക് ഒത്തിരിയേറെ പാല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കണ്ട തിരിഞ്ഞു പോകുന്നത്. അപ്പം ചെത്തിക്കുത്തിയാലും തിരിഞ്ഞു പോകും, കുത്തുക മാത്രം ചെയ്താൽ കൂടുതലായിട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ഇങ്ങനെ നിരക്കി
ഇങ്ങനെ തിരിച്ചും വേണേലും ചെത്താം. ചുരുക്കി പറഞ്ഞാൽ ഈ സൈഡ് ഈ 2 പട്ട ചെത്തി കുത്തുക, ഈ 2 പട്ട കുത്തുക മാത്രം ചെയ്യുക. അപ്പം നമ്മുടെ അധ്വാനം ഏതാണ്ടൊരു പകുതിയോളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പം പാലിൻ്റെ അളവ് അല്പം കുറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളൊന്നും വിചാരിക്കുക, ഇതുകൊണ്ടോ ഈ ഭാഗത്തെല്ലാം കുത്തിമാറിയ ഫലമാണ്. എവിടെയാണ് മുളച്ചിരിക്കുന്നത്? അഥവാ എവിടെയെങ്കിലും മുളച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ചെത്തുമ്പോൾ ഈ ചാനൽ ചെയ്തപ്പം കയറി തടിയെ കൊണ്ടിട്ടുണ്ടെങ്കിൽ മുളയ്ക്കും. ഈ കുത്തുന്ന ഞാനിപ്പം കുത്തിയത് മുഴുവൻ തടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും മുളയ്ക്കുകയില്ല. ഈ റബ്ബർ ബോർഡൊക്കെ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അപവാദം എന്ന് പറയുന്നത് അപവാദം തന്നെയല്ലേ. ഇത് നീഡ് ടാപ്പിംഗ് ചെയ്താൽ 1 വർഷത്തിനകം കടയ്ക്ക് കോടാലി വെക്കാവുന്നതാണ്. അതുപോലെ അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. അവിടെ റബ്ബർ മാസികയിൽ പിന്നെ അവിടെ വിവരിച്ചിട്ടിരിക്കുന്ന ഒരു വലിയ മരം, പിന്നെ മുളച്ച് നിൽക്കുന്ന ഒരു മരം കാണിച്ചിട്ട് ഇതുപോലെ ആകും. പിറ്റേ വർഷം ഇത് മൂടെ മറിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കണം. സംശയമുണ്ട്. ഇവിടെ ഇത്രയും മരം പരിശോധിക്കുക. ഇപ്പം അക്കരെ തന്നെ ഗവേഷണത്തോട്ടം പിന്നെ ചെന്നാൽ അവിടെയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരൊറ്റ മരം പോലും മുളയ്ക്കുകയില്ല കുത്തിയതിൻ്റെ പേരിൽ. ചെത്തി തടിയെ കൊണ്ടിട്ടുണ്ടെങ്കിൽ മുളയ്ക്കും, അതോ നമുക്ക് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇതൊന്നും ആരെയും കളിപ്പിക്കാനോ റബ്ബർ കർഷകരുടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഈ നീഡ് ടാപ്പിംഗ് ഇവിടെ പ്രചരിച്ചിരുന്നുണ്ടെങ്കിൽ റബ്ബറിൻ്റെ ഇന്നത്തെ ഉൽപ്പാദനം ഇന്ന് വേണ്ട 5-6 ലക്ഷമായിട്ട് 10 ലക്ഷത്തിലോടും ടണ് ഒരു വർഷത്തെ ആയിരുന്ന സ്ഥാനത്തേക്ക് റബ്ബറുകളുടെ മഹത്തായ പ്രവർത്തന മഹത്വം കൊണ്ട് അത് വേണ്ട 5-6 ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ആ 5-6 ലക്ഷം നീഡ് ടാപ്പിംഗ് ഇവിടെ വ്യാപകമായിട്ട് കേരളത്തിൽ പിന്നെ പ്രചരിക്കുന്നുവെങ്കിൽ ഏതാണ്ട് 30-40 ലക്ഷമോ ചിലപ്പോൾ 50 ലക്ഷമോ ആക്കി മാറ്റാൻ സാധിക്കും. ക്രമേണ ഒറ്റ വർഷം കൊണ്ടൊന്നല്ല, 1 വർഷം കൊണ്ട് ഏതാണ്ട് ഇപ്പം പിന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ടൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിസ്സാര കാര്യമല്ല. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാകാൻ ഏറ്റവും പറ്റിയ ഒരു മെത്തേഡാണ് റബ്ബറെ നീഡ് ടാപ്പിംഗ് ചെയ്യുക, അമിത ആദായം നേടുക എന്നത്.